ശിവശങ്കരൻ 55കാരൻ. യുവത്വത്തിന്റെ ചായൽ ഇനിയും മുഖത്ത് മങ്ങിയിട്ടില്ല. ചെറുപട്ടണത്തിലെ ഒരു ബാങ്കിൽ മാനേജർ. ഭാര്യ 15 വർഷം മുമ്പ് രോഗബാധയാൽ മരിച്ചു. അപ്പോൾ അവന്റെ മകൻ അബിക്ക് 12 വയസ്സായിരുന്നു. അന്നു മുതൽ അച്ഛനും മകനും തമ്മിൽ ജീവിതം ഒരുമിച്ചാണ് നീങ്ങിയത്. പരസ്പര കൂട്ടായി. അബി ഇപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്. ശാന്തനായ അച്ഛനെ ബഹുമാനിക്കുന്ന നല്ല യുവാവ്. അബിക്ക് വിവാഹം ആലോചിച്ചത് ബന്ധുക്കളാണ്. വരൻ കണ്ട പെൺകുട്ടി ശ്രുതി, 22കാരി. പുത്തൻ കാലത്തെ പെൺകുട്ടി. വിവാഹ ദിവസം എല്ലാരും കാണാൻ വന്നു. ശിവശങ്കരൻ അന്നാണ് തന്റെ മകന്റെ വധുവിനെ ആദ്യമായി കണ്ടത്. കണ്ടപ്പോൾ മനസ്സിൽ എന്തോ വിചിത്രമായ ഒരു തരംഗം. മോളെ, നീ അത്യന്തം മനോഹരിയാണ് എന്നത് വായിൽ വന്നെങ്കിലും ഉള്ളിൽ പിടിച്ചു വെച്ചു. വിവാഹത്തിന് ശേഷമുള്ള ആഴ്ചകളിൽ ശിവശങ്കരന്റെ വീട്ടിൽ ഒരു മാറ്റം, ഒരു പുതിയ സന്തോഷം. അവളുടെ ചിരി ആ വീടുകളിൽ മുഴങ്ങുമ്പോൾ ശിവശങ്കരനു മനസ്സിൽ ഭയങ്കര ആനന്ദം തോന്നി. അബി ജോലിക്ക് പോയാൽ വൈകുന്നേരമേ തിരിച്ചു വരൂ. ശ്രുതി ശരിക്കും ഒരു വീട്ടമ്മയായി വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു. അച്ഛന്റെ മുന്നിൽ ഒരു പ്രത്യേക ശാന്തതയും സൗമ്യതയും കാണിക്കും. ഒരു ദിവസം രണ്ടുപേരും ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ശ്രുതി പതുക്കെ ചോദിച്ചു, അച്ഛ, ഇത്രയും നാളായി നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നല്ലോ. ഒരിക്കലും വീണ്ടും വിവാഹം കഴിക്കണമെന്നു തോന്നിയില്ലേ? ശിവശങ്കരൻ ചിരിച്ചു. അത് കഴിഞ്ഞു മോളെ. ഒരു നിമിഷം ശ്രുതിയുടെ കണ്ണുകൾ ശിവശങ്കരനിൽ ഉടുക്കി. അച്ഛനെ കാണുമ്പോൾ ആ സ്നേഹത്തിനു പകരം അവൾക്ക് എന്തോ ഒരു ചൂട് അനുഭവപ്പെടുവാൻ തുടങ്ങി. അബി ചില ദിവസങ്ങളിൽ ഓഫീസിന്റെ ട്രെയിനിങ് ക്യാമ്പിനായി പോയി. വീട് മൗനമായി. ഒരു രാത്രി ലൈറ്റുകൾ പോയപ്പോൾ ശ്രുതി പടവിൽ കയറാൻ ശ്രമിക്കുമ്പോൾ കാൽ വഴുതി. ശിവശങ്കരൻ ഓടി വന്നു പിടിച്ചു. ഒരു നിമിഷം ഇരുവരും നേർക്കുനേർ നോക്കി. ആ രാത്രി ശ്രുതിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവളുടെ മനസ്സിൽ ഒരുപാട് കുറ്റബോധവും അതിനൊപ്പം ഒരു മോഹവും. അച്ഛനെ പോലെ കരുതേണ്ട ഒരാളോടാണ് ഹൃദയം വഴിതെറ്റുന്നത്. ശ്രുതിയും ശിവശങ്കരനും തമ്മിൽ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നോട്ടങ്ങൾ എല്ലാം പറയുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ശ്രുതി, അച്ഛ, എന്തോ ഭയമാണ്. ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മളും മനുഷ്യരാണ് മോളെ. ചില സ്നേഹങ്ങൾ പറയാൻ പാടില്ലാത്തതാണ്. അന്ന് അവർ തമ്മിൽ ദൂരം പാലിച്ചു. പക്ഷേ ഹൃദയം ഒന്നിച്ചു നിൽക്കുമായിരുന്നു. മാസങ്ങൾക്ക് ശേഷം അബിക്ക് ഒരു നല്ല ജോലി കിട്ടി നഗരത്തിലേക്ക് മാറി. ശ്രുതിയും കൂടെ പോയി. ഇവിടെ പറയുമ്പോൾ ശ്രുതി അയാൾക്ക് ഒരു കത്ത് നൽകി. അച്ഛ, ഞാൻ ഒരിക്കലും തെറ്റായി ചിന്തിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ നൽകിയ ആ നിസ്വാർത്ഥ സ്നേഹം ഞാൻ ജീവിതം മുഴുവൻ ഓർമ്മിക്കും. കത്ത് വായിച്ച് ശിവശങ്കരൻ കണ്ണുകൾ അടച്ചു. അവൻ മനസ്സിലാക്കി, ചില സ്നേഹങ്ങൾ ജീവന്റെ അറ്റത്തോളം നിലനിൽക്കും. പറഞ്ഞാൽ അത് പാപമാകും.